ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടോ? എൻ്റെ ഫേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗൈസ്. സ്കിൻ ബാരിയർ മൊത്തത്തിൽ പോയി കിടക്കിയിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ ബോഡീൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്കിന്ന് ഡ്രൈ ആണ്, ഫുൾ ബോഡി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ബാക്ക് ആക്നി ഇഷ്യൂസും അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത്. പിന്നെ അത് മാത്രമല്ല, ചില ആളുകൾക്ക് ഭയങ്കര ചൂടായിരിക്കുമല്ലേ സ്കിന്ന്, കുളിച്ചില്ലെങ്കിലൊക്കെ എപ്പോഴും ഇങ്ങനെ ചൂടാണെന്ന് പറയുന്നേക്കാം. അത് നമ്മൾ വെള്ളം കുടിക്കണം, ഉള്ളിലേക്ക് കഴിക്കുകയും വേണം. അത് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ പുറമേയും കൂടി കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് എനിക്കൊരു സംഭവം കിട്ടിയിട്ടുള്ളത് കേട്ടോ. എന്താണെന്നറിയോ? നമ്മുടെ ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ അവരുടെ ഒരു സോപ്പുണ്ട്, വിഭ സ്കിൻ കെയർ സോപ്പ് എന്ന് പറയുന്നത്. അത് വാങ്ങിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അത് കോംബോ പാക്കായിട്ട് എനിക്കിങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതാ നല്ലത്. 4 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ അവരുടെ തന്നെ ഒരു സാഷേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷാമ്പൂവിൻ്റെ. നല്ല അടിപൊളി ഷാമ്പൂ ആണ്. കുഞ്ഞ് പാക്കാണ്, ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ. കണ്ടോ, ഇതിൻ്റെ മേലെ തന്നെ കാണിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ വിഭ സോപ്പ്. ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഒന്ന് ഞാൻ ആക്ച്വലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാക്കി ബാലൻസ് ഉള്ള 3 എണ്ണമാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് നോക്കാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഗുണം എന്താണ്, സ്കിന്നിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് തന്നെ ആദ്യം തന്നെ നോക്കാം. അതിൻ്റെ ബെനിഫിറ്റ്സും ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം കേട്ടോ. ഫസ്റ്റ് വൺ അത്തിയാണ്. ചർമ്മത്തിലെ അണുബാധകൾ തടയാൻ വേണ്ടിയിട്ടും ചർമ്മത്തിന് നല്ല തിളക്കം നൽകാൻ വേണ്ടിയിട്ടും ഇത് അടിപൊളിയാണ്. നെക്സ്റ്റ് വൺ അരയാലാണ്. ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ബോഡിയിൽ കാണിക്കുക എന്നുള്ളത്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അരയാലിൻ്റെ തൊലി വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ ചേലയാണ്. ചർമ്മത്തിലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ മാറാൻ വേണ്ടി ഇത് അടിപൊളിയാണ്. പിന്നെ പേരാൽ യൂസ് ചെയ്യുന്നുണ്ട്, ചർമ്മത്തിന് നല്ല മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടും ആരോഗ്യത്തോടു കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂവിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മുടെ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, തിളക്കം നൽകാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു നിറമുണ്ട്, അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഗൈസ് ഒരു രക്ഷയില്ലാത്തൊരു മണമാണ്. നമ്മളേതോ ഈ ആര്യവൈദ്യശാലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കഷായം അരിഷ്ടത്തിൻ്റെ ഒക്കെ മണം ഉണ്ടാവില്ലേ, ആ സെയിം സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വെജിറ്റബിൾ ഒറിജിൻ ആയിട്ടുള്ളൊരു സോപ്പാണ്, മൃഗക്കൊഴുപ്പൊന്നും അടങ്ങിയിട്ടില്ല. പിന്നെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള പാരബൻസും പ്രിസർവേറ്റീവ്സും ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു പാക്കിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് രാമച്ചാണ്. രാമച്ച എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ശരീരത്തിനൊരു കുളിർമ നൽകാൻ വേണ്ടിയിട്ടൊക്കെ ഇത് അടിപൊളിയാണ്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫീലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ എക്സ്ട്രാ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞിട്ടുള്ള പച്ചമരുന്നുകളും അതേപോലെ വേറെയും കുറേ മരുന്നുകളൊക്കെ കഷായം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ചർമ്മരോഗങ്ങളിലും ഈ ഒരു സോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് കേട്ടോ പറയുന്നത്, അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സ്കിന്ന് നല്ല മോയ്സ്ചറാക്കി വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് സ്കിന്ന് നല്ല സോഫ്റ്റാക്കി വെക്കാനും ഇത് അടിപൊളിയാണ്. പിന്നെ അതേപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ടാൻ ആവും അല്ലേ, അതേപോലെ പൊല്യൂഷനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുമൂലമുള്ള ഡാമേജുകളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സോപ്പ് അടിപൊളിയാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ ഇത് അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം, ഫേസിൽ യൂസ് ചെയ്യാം. ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു ഇല്ലേ, അത് മാറാനും അതുമൂലം ഉണ്ടാകുന്ന പാടുകൾ മാറാനും നല്ലതാണ്. ബോഡിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ബോഡി ആക്നെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറും കേട്ടോ. പിന്നെ ഇത് വിമൻസിനും ജെൻസിനും കിഡ്സിനും എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സോപ്പാണ് കേട്ടോ.
ഞാൻ ഈ സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ക്രീമൊക്കെ കയ്യിലാക്കിയിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യൂലോ ബോഡിയിൽ, അതേ ഒരു ഫീലാണ് ട്ടോ കിട്ടുന്നത്. പിന്നെ അതേപോലെ നമ്മൾ കയ്യിൽ നന്നായിട്ട് പതപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫോമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. പിന്നെ ബോഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് ഡ്രൈ ആയി പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബാക്ക് ആക്നി ഇഷ്യൂൻ്റെ ആ ഒരു പ്രശ്നവും ആ ഒരു കളർ ചേഞ്ചും മാറാനും അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു സാഷേ പാക്കും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഷാമ്പു ആണ്, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് കേട്ടോ. അത് സെപ്പറേറ്റ് തന്നെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് മറക്കണ്ട.